കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ പാട് നോക്കി വല്ല ദിക്കിനും പഠിച്ചോട്ടെ. ബാല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം ബാല. ബാല, എന്നെ കൊല്ലല്ലേ ബാല. ബാല എന്നെ കൊല്ലല്ലേ ബാല. എന്നെ കൊല്ലല്ലേ ബാല. ബാല 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 ബാല. എണീക്ക്, നടക്ക്. എങ്ങോട്ട്? അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ കണ്ടു. നടക്ക. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് നടക്ക. ബാല, ഈ കാട്ടുമുക്ക് ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തം? ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കൈയബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്. എന്ത് സൗകര്യം ബാല? നീ കണ്ടില്ലേ കഷ്ടപ്പാട്? 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം. അതിന് വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും. അവര് നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം? ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പേ. ബാല ബാല, ഞാൻ പറഞ്ഞു കേക്ക്. എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ. ബാല, എന്നെ പിടിച്ചിന് പോലീസ് ഏൽപ്പിച്ചു. നിനക്കെന്ത് കിട്ടാനാ? വേണ്ട, അതാ ഞാനും ആലോചിക്കുന്നിപ്പോ. കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ. സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം. നടക്ക്. ബാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ ബാല? അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്. ബാല, ഞാൻ ഏതെങ്കിലും അന്യനാട്ടിൽ പോയിക്കോളാം. എന്നെ വിട് ബാല. ബാല, എന്റെ സ്ഥലം നീ എടുത്തു ബാല. ബാല 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 ബാല, ഞാൻ നിന്റെ കാല് പിടിക്കാം ബാല. എന്നെ വിട് ബാല. ബാല, എന്റെ പൊന്നു ബാലനല്ലേ? കൃഷ്ണൻകുട്ടിയെ, നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കെ. പിന്നെ സമയമാകുമ്പോ ആളിനെ കിട്ടിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്കെ. എന്തൊരു ചൂടാ. രാഘവനോ, താൻ എന്ത് ചെയ്യാടോ ഇവിടെ? ഒന്നുമില്ല, പന്നി ഇറങ്ങണ ചവിട്ടി നോക്കി വന്നതാ. നാണുമായിട്ടൊന്നും എനിക്ക് ഇഞ്ചി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് താനെന്താ വരാത്തെ? വരാം. വാടോ, തോട്ടത്തിൽ കയറിട്ട് വാ. പിന്നെ വരാം. ചിറ്റാരം കാറ്റിൽ മർമരം